എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ സൂക്ഷിച്ച് പറയണം. നെഗറ്റീവ് വാക്കുകൾ നമ്മളുടെ വായിൽ നിന്ന് വരരുത്. അത് അതിന് ശക്തിയുണ്ട് എന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ? എന്ന് വെച്ചാൽ വാക്കുകൾക്കൊരു ശക്തിയുണ്ട്. ദൈവം നമ്മളുടെ നാവിൻ്റെ മേലൊരു അധികാരം പകർന്നിട്ടുണ്ട് എന്നുള്ളൊരു മാറ്ററിനെ കുറിച്ചും ഞാൻ സംസാരിച്ചിരുന്നു. എന്നാൽ അതിൻ്റെ ഇടയിൽ ഇന്നലെ ഒരു സഹോദരി ഒരു കമൻ്റ് ഇടുവാനായിട്ടിടയായി. അപ്പോൾ ആ സഹോദരി അതിനകത്ത് പറഞ്ഞത്, എൻ്റെ അമ്മ എന്നെ എന്നും ഈ ശാപത്തിൻ്റെ വാക്കുകൾ എന്നോട് പറഞ്ഞ് നെഗറ്റീവ് വാക്ക് പറഞ്ഞ് ഞാനിപ്പോൾ അങ്ങനെ തന്നെ ആയിപ്പോയി എന്ന് ആ സഹോദരി വേദനയോടെ പറഞ്ഞത് ഞാൻ വായിക്കുവാനായിട്ടിടയായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ സഹോദരിയുടെ ഹൃദയത്തിൻ്റെ വിഷമം എത്രയുണ്ട് എന്ന് അവരൊറ്റ കമൻറ്റിലൂടെ എനിക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു, ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാം. കാരണം ഇത് ആ സഹോദരിക്ക് വേണ്ടിയും അതുപോലെയുള്ള സിറ്റുവേഷനുകളിൽ കൂടെ കടന്നു പോകുന്നവർക്ക് വേണ്ടിയിട്ടുമുള്ളതാണ് കേട്ടോ. എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം, ഞാൻ ആ വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, നെഗറ്റീവ് വാക്കുകൾ നമ്മളുടെ വായിൽ നിന്ന് വീണ് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ നമ്മളത് ക്യാൻസൽ ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മളത് റിയലൈസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് ക്യാൻസൽ ചെയ്യണം എന്നുള്ളൊരു കാര്യം ഞാൻ അതിനകത്ത് പറഞ്ഞിരുന്നു. അപ്പോൾ കുറേ പേരൊന്നും അത് കേട്ടില്ലെന്ന് തോന്നുന്നു. കുറേ പേര് വീണ്ടും അതെങ്ങനെയാണ് ക്യാൻസൽ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിച്ചു. എനിവേ അതൊന്നും ഒരു കുഴപ്പവുമില്ല, ഞാനത് വീണ്ടും പറയാം എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഈ സഹോദരി ഭയങ്കര അല്ലേ, ഈ സഹോദരി ഞാൻ അങ്ങനെ തന്നെ ആയി തീർന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം, ആ വാക്കുകൾക്ക് ഞാൻ പറഞ്ഞല്ലോ, നെഗറ്റീവ് വാക്കുകൾക്ക് എന്തുണ്ട്, പവറുണ്ട് അല്ലെ? നെഗറ്റീവ് വാക്കുകൾക്കും പോസിറ്റീവ് വാക്കുകൾക്കും പവറുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് ആ സഹോദരിയുടെ അനുഭവം തന്നെയാണ് പറഞ്ഞത്. പക്ഷേ അവിടെ നമ്മൾ ഓർക്കുക, ഇതിന് പവർ ഉണ്ടെങ്കിൽ അതേ പവർ ഉപയോഗിച്ച് നമ്മൾക്കതിനെ ക്യാൻസൽ ചെയ്യുവാനുള്ള മറ്റൊരു പവറും കൂടി ദൈവം നമ്മളുടെ നാവിൻ്റെ മേൽ പകർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആ നെഗറ്റീവ് വാക്കുകളെ നമ്മൾ ക്യാൻസൽ ചെയ്യണമെന്ന് പറഞ്ഞത് അല്ലേ? ഇനി അടുത്തത് എന്താണ്? ഈ നെഗറ്റീവ് വാക്കുകൾ നമ്മൾ കേട്ട് കഴിയുമ്പോൾ അതെന്താ സംഭവിക്കുന്നത്? ചിലർ നല്ല വിശ്വാസത്തോടെ അതിനെ ക്യാൻസൽ ചെയ്തങ്ങ് വിടും. അപ്പോൾ അവരതിനകത്തുനിന്ന് വിടുതൽ പ്രാപിച്ചെടുക്കും. ചിലർ എന്നാൽ അതിനകത്ത് കുടുങ്ങിപ്പോകും. ആ വാക്കുകൾ നമ്മളുടെ ജീവിതത്തിൽ, അതായത് ഈ നെഗറ്റീവ് വാക്കുകൾ, നമ്മൾക്കെതിരെ വരുന്ന നെഗറ്റീവ് വാക്കുകൾ, അല്ലെങ്കിൽ നമ്മളുടെ വായിൽ നിന്ന് വീണു പോകുന്ന നെഗറ്റീവ് വാക്കുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾക്കെതിരെ പറഞ്ഞത്, ഇങ്ങനെയുള്ള ഈ നെഗറ്റീവ് വാക്കുകളൊക്കെ എങ്ങനെയാണെന്നറിയാമോ? അത് നമ്മളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നത് എങ്ങനെയാണെന്നറിയാമോ? അത് നമ്മൾ കേട്ട് അത് നമ്മളുടെ ഹൃദയത്തിലേക്ക് നമ്മൾ എടുത്ത് പിന്നെ നമ്മൾ അതിലങ്ങായി പോകും. എന്ന് വെച്ചാൽ, അയ്യോ ഇവരെന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ, അതുകൊണ്ട് ഞാനിനി രക്ഷപ്പെടുമെന്ന് തോന്നുന്നില്ല എന്നിങ്ങനെ നമ്മൾ തന്നെ മനസ്സിൽ ഇങ്ങനെ പറഞ്ഞ് നമ്മളത് നമ്മളുടെ ജീവിതത്തിൽ അനുഭവം വരത്തക്ക വണ്ണം നമ്മൾ തന്നെ ആ വാക്കുകൾക്കൊരു പവർ നമ്മളുടെ ഉള്ളിൽ കൊടുക്കും. മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ, ഈ നെഗറ്റീവ് വാക്കുകൾ, ശാപത്തിൻ്റെ വാക്കുകൾ, ഇങ്ങനെയുള്ളതൊക്കെ ഒരു നെഗറ്റീവ് എനർജി എന്ത് ചെയ്യും? നമ്മളുടെ ഉള്ളിലേക്ക് ഇൻജക്റ്റ് ചെയ്ത് വിടും. ഓക്കെ, അപ്പോൾ ആ ഇൻജക്റ്റ് ചെയ്ത് വിടുന്ന നെഗറ്റീവ് എനർജിയെ നമ്മൾ പുറത്താക്കിയില്ലെങ്കിൽ എന്ത് ചെയ്യും? അത് നമ്മളുടെ ഉള്ളിൽ അതിങ്ങനെ വ്യാപരിച്ചുകൊണ്ടേയിരിക്കും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഓക്കെ, ഇനി അത് നമ്മളുടെ ഉള്ളിൽ വ്യാപരിക്കുവാൻ മറ്റൊരു ഇടവും കൂടി അതിന് ആവശ്യമുണ്ട്. അതെന്താണ്? ഈ നെഗറ്റീവ് വാക്കുകൾ, അതുപോലെ തന്നെ ഈ ശാപത്തിൻ്റെ വാക്കുകൾ എന്ത് ചെയ്യും? അത് നമ്മളുടെ മനസ്സിനെ മുറിപ്പെടുത്തും അല്ലേ? നമ്മൾ പറയുന്നതല്ല, മറ്റുള്ളവർ പറയുന്നത് നമ്മളുടെ മനസ്സിനെ മുറിപ്പെടുത്തും. ഓർക്കുക, പ്രത്യേകിച്ച് പേരൻസ് അല്ലെ, നമ്മളുടെ അമ്മയോ അപ്പനോ ഒക്കെ നമ്മൾക്കെതിരെ പറയുന്നത്, അല്ലെങ്കിൽ നമ്മളുടെ ലൈഫ് പാർട്ട്ണർ, അതെന്ന് വെച്ചാൽ ജീവിത പങ്കാളി നമ്മൾക്കെതിരെ പറയുന്നതൊക്കെ നമ്മളുടെ ജീവിതത്തിൽ മുറിപ്പെടുത്തും അല്ലെ? അല്ലെങ്കിൽ നമ്മളെ ഏറ്റവും ബഹുമാനിക്കുന്ന, നമ്മളെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന വ്യക്തികൾ അല്ലെ, അവർ നമ്മൾക്കെതിരെ പറഞ്ഞു കഴിയുമ്പോൾ എന്ത് ചെയ്യും? അത് നമ്മളുടെ മനസ്സിനെ മുറിപ്പെടുത്തും. അപ്പോൾ ഈ മുറിവ് എന്ത് ചെയ്യും? അത് നമ്മളുടെ മനസ്സിൽ ഇങ്ങനെ കിടക്കും അല്ലേ? ആ ഒരു മുറിവ് നമ്മുടെ മനസ്സിൽ കിടക്കും. അപ്പോൾ എന്താകും? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഈ നെഗറ്റീവ് എനർജിയും, ഈ നെഗറ്റീവ് എനർജിയും നമ്മുടെ മനസ്സിൻ്റെ മുറിവും, ഇത് രണ്ടും കൂടി അങ്ങ് ക്രിയ ചെയ്യുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ വാക്കിൻ്റെ പവർ നമ്മളുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുന്നത് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനകത്ത് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഇത് എന്ത് ചെയ്യണം? ആ നെഗറ്റീവ് വാക്കുകളെ നമ്മൾ എന്ത് ചെയ്യണം? അല്ലെങ്കിൽ ആ ശാപത്തിൻ്റെ വാക്കുകളെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ നമ്മൾ ക്യാൻസൽ ചെയ്ത് വിടുക തന്നെ വേണം. ഓക്കെ, ഇനി അടുത്തത് എന്താണ്? അടുത്തത് നമ്മളുടെ മനസ്സിനേറ്റ മുറിവുകൾ, അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ അല്ലെ, ആ മുറിവ് ഉണങ്ങണം. അതാണ് രണ്ടാമത്തെ പടി. ആദ്യത്തെ പടി എന്താണ്? നെഗറ്റീവ് വാക്കുകളെ നമ്മൾ ക്യാൻസൽ ചെയ്യണം. രണ്ടാമത്തത് എന്താണ്? ഈ മുറിവുകളെ നമ്മൾ ഉണക്കണം. നമ്മുടെ മനസ്സിൽ ഏറ്റിരിക്കുന്ന മുറിവുകളെ നമ്മൾ ഉണക്കണം. ഇത് രണ്ടും ചെയ്യാതെ എങ്ങോട്ട് നമ്മൾ കിടക്കത്തില്ല, അനുഗ്രഹത്തിലോട്ട് നമ്മൾ കിടക്കത്തില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. എന്ന് വെച്ചാൽ, നമ്മളെ അനുഗ്രഹിക്കേണ്ടത് ആരാണ്? ദൈവമാണ് അനുഗ്രഹിക്കേണ്ടത്. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ചെയ്യേണ്ടതാണ്. ഇത് രണ്ടും നമ്മൾ ചെയ്തില്ലെങ്കിൽ എന്ത് പറ്റും?
നമ്മളെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിന് പറ്റത്തില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മളുടെ കുറെ വർഷങ്ങൾ, കുറെ സമയങ്ങൾ നമ്മൾക്കങ്ങ് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കും. ചിലർ അതിൽ നിന്ന് മുക്തി നേടാതെ ആ ഒരു സിറ്റുവേഷനിൽ തന്നെ അങ്ങ് ജീവിതാവസാനം വരെ കടന്നു പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ പോകേണ്ടവരല്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അപ്പോൾ ആദ്യത്തെ പടി എന്താണ്? ഇതുപോലുള്ള നെഗറ്റീവ് വാക്കുകൾ നമ്മളുടെ വായിൽ നിന്നോ മറ്റുള്ളവരുടെ വായിൽ നിന്ന് നമ്മൾക്കെതിരെ വരികയോ, നമ്മളുടെ പേരൻസ് അതുപോലുള്ള ആരെങ്കിലുമൊക്കെ നമ്മളെ ശപിക്കുകയോ, നമ്മൾക്കെതിരെ നെഗറ്റീവ് വാക്കുകൾ പറയുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്യണം. നമ്മൾ കേട്ട പാടെ തന്നെ നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്യണം. ഇനി അതല്ലെങ്കിൽ നമ്മൾ എപ്പോഴാണോ അതിനെ റിയലൈസ് ചെയ്യുന്നത് ആ സ്പോട്ടിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ് കേട്ടോ. അപ്പം നമ്മൾ അതിനെ ക്യാൻസൽ ചെയ്ത് കളയണം. അപ്പോൾ ഇതെങ്ങനെയാണ് നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടത്? നമ്മൾ ക്യാൻസൽ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുവല്ലേ, അതിനകത്ത് പറഞ്ഞു യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം അതിന്റെ 17-ാമത്തെ വാക്യം. ഇത് നമ്മൾ ബൈഹേർട്ടായിട്ട് അങ്ങ് പഠിച്ചോണം കേട്ടോ. കാരണം നമ്മളുടെ ബൈബിളിനകത്ത് ഒരു പ്രധാനപ്പെട്ട വാക്യം അതെന്ന് വെച്ചാൽ നമ്മൾക്കെതിരെ ശത്രുവിന്റെ ആയുധങ്ങൾ, മാനുഷിക ആയുധങ്ങൾ, ഇതിനെയെല്ലാം തകർക്കുന്ന ഒരു ദൈവത്തിന്റെ ശക്തിയേറിയ ഒരു വാളാകുന്ന വചനമാണത്. ഇത് നമ്മൾ കാണാതെ പഠിച്ചിട്ട് ഡെയിലി നമ്മൾ ഇതങ്ങ് ഉരുവിട്ടുകൊണ്ട് നടന്നോണം കേട്ടോ. അതിനി എന്ത് വിഷയമാണെങ്കിലും പോട്ടെ, വിഷയമുണ്ടെങ്കിലും വിഷയമില്ലെങ്കിലും ഇത് നമ്മളങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നതാണ്. കാരണം ഈ പൈശാചിക മണ്ഡലം നമ്മൾക്കെതിരെ ആയുധങ്ങൾ ഒരുക്കുന്നുണ്ടാകും. അവൻ എപ്പോഴും ആയുധങ്ങൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് നമ്മുടെ അടുത്ത് വന്നു കഴിയുമ്പോഴേ എന്താകത്തുള്ളൂ, നമ്മളത് തിരിച്ചറിയത്തുള്ളൂ അല്ലേ. എന്നാൽ നമ്മൾ ഇത് അവന്റെ ആലയിൽ വെച്ച് തന്നെ അല്ലെ, അവന്റെ ആലയിൽ വെച്ച് തന്നെ അത് തകർന്നു മാറുവാൻ നമ്മൾ ഈ വചനം ഡെയിലി 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 പറഞ്ഞുകൊണ്ടേയിരിക്കണം. അപ്പോൾ നമ്മൾ ഈ വാക്കുകളെ ക്യാൻസൽ ചെയ്യുവാൻ ആദ്യം എന്താണ് ചെയ്യേണ്ടത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 17-ാമത്തെ വാക്യം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. ഈ വചനം എന്ത് ചെയ്യണം? നമ്മളങ്ങ് പറയണം. എന്നിട്ട് ഈ വചനം പറഞ്ഞിട്ട് നമ്മൾ അടുത്തത് പറയേണ്ടത്, ഈ ദൈവത്തിന്റെ ഈ വചനത്താൽ എന്നെ മുദ്രയിട്ട് ആ വചനം എന്നിലേക്ക് റിലീസ് ചെയ്യുന്നു എന്ന് നമ്മൾ ആദ്യം പറയണം. അതിനുശേഷം നമ്മൾ അടുത്തത് പറയേണ്ടത്, അല്ലെങ്കിൽ എന്നെ മുദ്രയിടുന്നു എന്നും പറയണം, എന്നിട്ട് എന്നിലേക്ക് റിലീസ് ചെയ്യുന്നു എന്ന് പറയണം. ഓക്കെ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതാണ്? ആ വചനം വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. എന്താണ്? നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി നിൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. എന്നിട്ട് നമ്മൾ പിന്നെ പറയേണ്ടത്, എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിന്റെ കാര്യം ആരുടെ കാര്യമാണെങ്കിലും അത് നമ്മൾ പറയണം. എനിക്ക് വിരോധമായി, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് വിരോധമായി, എൻ്റെ തലമുറകൾക്ക് വിരോധമായി, എൻ്റെ ജീവിത പങ്കാളിക്ക് വിരോധമായി, എൻ്റെ പേരൻസിന് വിരോധമായി എന്നുള്ളതൊക്കെ നമ്മളങ്ങ് പറഞ്ഞോണം. ഇപ്പം ഞാൻ എനിക്കെന്ന് പറയാം. ഓക്കെ. എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കുകയില്ല. ഇന്ന് നിമിഷം വരെ എനിക്ക് വിരോധമായി നടത്തിയിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള എതിർ പ്രാർത്ഥനകളെ, നെഗറ്റീവ് വാചകങ്ങളെ, ശാപത്തിന്റെ വാക്കുകളെ യേശുക്രിസ്തുവിന്റെ നാമത്താൽ ക്യാൻസൽ ചെയ്യുന്നുവെന്ന് നമ്മളങ്ങ് പറയണം. അത് ക്യാൻസൽ ആകും. കാരണം നമ്മൾ ഉരുവിട്ടത് ഏതാണ്? ദൈവത്തിന്റെ വചനമാണ്. ആ വചനം എന്താണ്? വാളാണ്. അത് അവിടെ ക്രിയ ചെയ്യും. നമ്മൾ വിശ്വാസത്തോടെ അത് നമ്മൾ പറയണം. ഒരു 2-3 പ്രാവശ്യം നമ്മൾക്ക് മനസ്സിനൊരു ധൈര്യം വരുന്നിടം വരെ ഇത് നമ്മളങ്ങ് റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നോണം കേട്ടോ. അതങ്ങ് പറയുക. ഇനി അതിനുശേഷം അപ്പം നമ്മൾ എന്ത് ചെയ്തു? ഒന്നാമത്തെ പടിയായ വാക്കുകളെ നമ്മൾ ക്യാൻസൽ ചെയ്തു. ശാപത്തിന്റെ വാക്കുകളെ നമ്മൾ ക്യാൻസൽ ചെയ്തു. ഇനി രണ്ടാമത്തത് എന്താണ്? നമ്മളുടെ മനസ്സിന്റെ മുറിവ് ഉണക്കണം അല്ലെ. ഈ നെഗറ്റീവ് വാക്കുകൾ നമ്മൾക്ക് വരുത്തിയ, നമ്മളുടെ മനസ്സിന് വരുത്തിയ മുറിവുകളെ ഉണക്കണം. അതിന് ഒന്നാമത്തെ പടിയായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഈ നെഗറ്റീവ് വാക്കുകൾ ചിലർ ചുമ്മാ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഓക്കെ. അതിനെന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇപ്പൊ പേരൻസ് അല്ലെ, ഇന്ന് ഒട്ടുമിക്ക പേരൻസും വിവരമില്ലാതെ, പഴയ കാലത്ത് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ന്യൂ ജനറേഷൻ പേരൻസിന് കുറേയും കൂടെയൊക്കെ അതിനെക്കുറിച്ച് അറിവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ പഴയ കാലങ്ങളിലോട്ടൊക്കെ ചെന്ന് കഴിയുമ്പോൾ അവരെപ്പോഴും ഇന്ന് പറഞ്ഞുകൊണ്ടില്ല അല്ലെ, എപ്പോഴും മക്കളെ ഇങ്ങനെ ശപിച്ചുകൊണ്ട് നെഗറ്റീവ് പറയുന്ന ഒരു പേരൻസിന്റെ കാലഘട്ടങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും പറയുന്നവരുണ്ട്. എന്നാൽ ഇന്ന് കുറച്ചും കൂടി അവർ മെച്ചുവേർഡ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓർക്കുക, ഈ പേരൻസ് ഒക്കെ നമ്മളെക്കുറിച്ച് പറയുന്നത് ചിലപ്പോൾ അവരുടെ ആ ഒരു ലെവലിലോട്ട് നമ്മൾ എത്താത്തത് കൊണ്ടായിരിക്കും. നമ്മളെ അവർക്ക് മനസ്സിലാകാതെ നമ്മളെക്കുറിച്ച് അവർ ഒത്തിരി ഏതാണ്ടൊക്കെ അങ്ങ് പ്രതീക്ഷിച്ചിട്ട് ആ ഒരു ലെവലിലോട്ട് നമ്മൾ എത്താതെ വന്നു കഴിയുമ്പോഴായിരിക്കും അവർ ഈ നെഗറ്റീവ് വാക്കുകളൊക്കെ നമ്മളെക്കുറിച്ച് പറയുന്നത്. ഓക്കെ. ഇനി ചിലപ്പോൾ ചിലപ്പോൾ നമ്മൾ അവരെ വേദനിപ്പിച്ചത് കൊണ്ടായിരിക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് അവരോട് മാപ്പ് പറയേണ്ടതാണെങ്കിൽ നമ്മൾ അവരോട് അങ്ങ് മാപ്പ് പറയുക. ഇനി അല്ല എങ്കിൽ നമ്മൾ ദൈവത്തോട് മാപ്പ് പറയുക. ഓക്കെ. നമ്മളുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ മാത്രമാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ നമ്മൾ അവരോട് മാപ്പ് പറയുക, ദൈവത്തോട് മാപ്പ് പറയുക. ഒന്നാമത്തെ പടി. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അത് കഴിഞ്ഞിട്ട് നമ്മളുടെ മനസ്സിന്റെ മുറിവുണക്കാൻ ആർക്കേ പറ്റത്തുള്ളൂ?
നമ്മളെ കൊണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ നമ്മൾ ഉണക്കണം എന്ന് പറഞ്ഞു, അത് എങ്ങനെയാ ഉണക്കേണ്ടതെന്നുള്ള വഴിയിലോട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾക്ക് ഏതെങ്കിലും വിധത്തിൽ ഒരു ലേപനം പുരട്ടാൻ പറ്റുമോ? പറ്റത്തില്ല. അതിന് നമ്മൾ എന്ത് ചെയ്യണം? ദൈവത്തിന്റെ കരത്തിൽ അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവത്തിന്റെ കരത്തിൽ ഏൽപ്പിച്ചു കൊടുത്തിട്ട് 147 സങ്കീർത്തനം അതിന്റെ 3-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുമെന്ന് അവിടെ പറഞ്ഞിരിക്കുന്ന സങ്കീർത്തനം 147:3. ഈ വചനം വെച്ചിട്ട് നമ്മളങ്ങ് പ്രാർത്ഥിച്ചോണം. ദൈവമേ, അങ്ങയുടെ വചനമാണിത് കർത്താവെ. എൻ്റെ മനസ്സിനേറ്റ ഈ മുറിവുകളെ കർത്താവെ അവിടുന്ന് ഉണക്കണമേ, അതിനെ അവിടെ നിന്നും സുഖപ്പെടുത്തണമേ എന്ന് നമ്മുടെ ദൈവസന്നിധിയിൽ അങ്ങ് നെടുമ്പാട് വീണോണം കേട്ടോ. ഈ വചനം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് കർത്താവെ അങ്ങയുടെ വചനമാണല്ലോ, ആ വചനം എന്നെ സൗഖ്യമാക്കട്ടെ, ആ വചനം എന്നെ സൗഖ്യമാകട്ടെ എന്നിട്ട് നമ്മൾ അത് നമ്മുടെ ദൈവത്തോട് പറയണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ ആ വചനത്തെ നമ്മളിലേക്ക് റിലീസ് ചെയ്യണം. എന്താണ്? മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യും. ആ വചനത്തെ എന്നിലേക്ക് ഞാൻ റിലീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. ആ വചനം റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ പറയണം. ആദ്യം നമ്മൾ പ്രാർത്ഥിക്കണം, ഏറ്റു പറയണം, ഇതൊക്കെ ചെയ്യണം കേട്ടോ. ഇത് നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ദൈവം നമ്മളുടെ മനസ്സിന്റെ മുറിവുകളെ അവിടെ കെട്ടുവാനായിട്ട് ഇടയാകും. ആ മുറിവുണങ്ങും. മുറിവുണങ്ങിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഒന്ന് നമ്മൾ ക്യാൻസൽ ചെയ്ത് 2 മുറിവുണക്കുക. ഇനി അടുത്തത് 3-ാമത്തത് എന്താണ്? ദൈവം നമ്മൾക്ക് വെച്ചിരിക്കുന്ന അനുഗ്രഹത്തിലേക്ക് നമ്മൾ കടക്കണം അല്ലെ. ഈ അനുഗ്രഹത്തിലേക്ക് കടക്കുന്നതിന്റെ ആദ്യപടിയായിട്ട് ദൈവം അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43-ാം അധ്യായം അതിന്റെ 18-ഉം 19-ഉം വാക്യങ്ങൾക്കകത്ത് ഇങ്ങനെയാ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എന്താ പറഞ്ഞു വെച്ചിരിക്കുന്നത്? മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അതാണ് ദൈവത്തിന്റെ വചനം. എന്ന് വെച്ചാൽ പണ്ട് നമ്മളുടെ മനസ്സിനേറ്റ മുറിവുകൾ, നമ്മൾക്കെതിരെ വന്നത് ഒന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട, അല്ലെങ്കിൽ നമ്മളുടെ നഷ്ടപ്പെട്ടു പോയ സമയങ്ങൾ, നഷ്ടപ്പെട്ടു പോയ നന്മകൾ, ഒന്നും നമ്മൾ ഓർക്കണ്ട. ദൈവം എന്ത് ചെയ്യാൻ പോവുക? പുതിയതൊന്ന് ചെയ്യാൻ പോവുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഈ വചനത്തിന്റെ പവർ നമ്മളങ്ങ് ഏറ്റെടുത്തോണം. ഈ വചനത്തിൽ നമ്മളങ്ങ് വിശ്വസിക്കണം. എന്ത്? പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, മുമ്പുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അത് ദൈവം നമ്മൾക്ക് തരുന്ന വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം നമ്മളങ്ങ് ഏറ്റെടുക്കണം. ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മളങ്ങ് ഏറ്റെടുക്കണം. ഇത് ഏറ്റെടുക്കാൻ നമ്മൾക്ക് കഴിയണമെങ്കിൽ എന്ത് സംഭവിക്കണം? മുറിവ് ഉണങ്ങിയിട്ടുണ്ടാകണം. ഇല്ലെങ്കിൽ നമ്മൾ വീണ്ടും നിരാശയിലേക്ക് പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് നമ്മൾ ഈ വചനം നമ്മളങ്ങ് ധ്യാനിച്ച് അതിനകത്ത് നമ്മളങ്ങ് വിശ്വാസം ഏറ്റെടുക്കണം. വിശ്വാസത്തോടെ ആ വചനത്തിന്റെ പവർ നമ്മളങ്ങ് ഏറ്റെടുക്കണം. ഓക്കെ. ഇനി അടുത്തത് എന്താണ്? അടുത്തത് വേറൊരു കാര്യമുണ്ട് കേട്ടോ. അടുത്ത കാര്യം ദൈവം അവിടെ പറഞ്ഞിരിക്കുകയാണ്. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം അതിന്റെ 25-ാമത്തെ വാക്യത്തിനകത്ത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ പറഞ്ഞിരിക്കുന്നത്? തുള്ളനും വെട്ടുകിളിയും പച്ചപ്പുഴുവും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് പകരം ഞാൻ നിങ്ങൾക്ക് തരും. സംവത്സരങ്ങൾക്ക് പകരം ഞാൻ നിങ്ങൾക്ക് മടക്കി തരും. സംവത്സരങ്ങളെ ഞാൻ നിങ്ങൾക്ക് മടക്കി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ തുള്ളനും വെട്ടുകിളിയും പിന്നെ പച്ചപ്പുഴുവും ഒക്കെ തിന്നുകളഞ്ഞ സംവത്സരങ്ങളെ ഞാൻ നിങ്ങൾക്ക് മടക്കി തരും എന്ന് വെച്ചാൽ നമ്മൾക്കറിയാം നമ്മൾ ഈ മുറിവ് അല്ലെ. അപ്പോൾ ആ സഹോദരി പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, ആ സഹോദരിയുടെ എത്ര വർഷങ്ങളെ നഷ്ടമായി അല്ലെ. ഒരുപാട് വർഷങ്ങളെ നഷ്ടമായിട്ടുണ്ടാകും. അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട് ഇന്നും ഇതുപോലെയുള്ള നെഗറ്റീവ് വാചകങ്ങളും ശാപത്തിന്റെ വാക്കുകളും ഒക്കെ കേട്ടിട്ട് അതിനെ മനസ്സിലിട്ട് താലോലിച്ച് ആ മുറിവുകളും എന്താണ്, ചെറിയ സൂചി കൊണ്ട് എടുക്കേണ്ടതിന് തൂമ്പാ കൊണ്ടെടുക്കുന്ന വിധത്തിൽ വലിയ വലിയ മുറിവുകളാക്കിയിട്ട് രക്ഷപ്പെടുവാൻ കഴിയാതെ ആ നെഗറ്റീവ് വാചകത്തിനകത്ത് കുടുങ്ങി കിടക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യണം? പുറത്തോട്ട് വന്നേ മതിയാകത്തുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും? നമ്മൾ അതിനകത്ത് ഇരിക്കുമ്പോൾ നമ്മളുടെ ഒരുപാട് സംവത്സരങ്ങൾ അല്ലെ, ഒരുപാട് സമയങ്ങൾ നമ്മൾക്ക് നഷ്ടമാകും. നമ്മൾ അനുഗ്രഹത്തിലേക്ക് കടക്കേണ്ട ഒരുപാട് സമയങ്ങൾ നമ്മൾക്ക് നഷ്ടമായിട്ടുണ്ടാകും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളത് ദൈവസന്നിധിയിൽ ദൈവത്തോട് പറയണം. ദൈവമേ, എൻ്റെ ഇത്രയും സംവത്സരങ്ങൾ എനിക്ക് നഷ്ടമായി പോയി. നമ്മൾ പറയാതെ തന്നെ നമ്മളുടെ പിതാവായ ദൈവത്തിന് അത് അറിയാം അല്ലെ. നമ്മളുടെ അപ്പനാണ് ദൈവം, ദൈവത്തിന് അറിയാം. എന്നാൽ ആ ദൈവം എന്താ പറഞ്ഞിരിക്കുന്നത്? ഞാനതൊക്കെ നിങ്ങൾക്ക് മടക്കി തരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ദൈവം എന്ത് ചെയ്യും? അതൊക്കെ നമ്മൾക്ക് മടക്കി തരുന്ന ദൈവമാണ്. അതുകൊണ്ട് ഓർക്കുക, കഴിഞ്ഞു പോയ സംവത്സരങ്ങൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ നന്മകളെ ഓർത്തൊന്നും നമ്മൾ എന്ത് ചെയ്യേണ്ട? നമ്മൾ വിഷമിക്കേണ്ട. അതിലും ശ്രേഷ്ഠമായത് നഷ്ടമായതിനെ കഴിഞ്ഞും ശ്രേഷ്ഠമായത് ദൈവം നമ്മൾക്ക് ഒരുക്കി തരുവാൻ നമ്മളുടെ ദൈവം
ശക്തനാണ്. ഇത് ദൈവം ചുമ്മാ പറഞ്ഞതല്ല. ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾക്ക് തന്നിരിക്കുന്ന പ്രോമിസുകളാണ് കേട്ടോ. അതുകൊണ്ട് അത് നമ്മളങ്ങ് ഏറ്റെടുത്തോണം. ദൈവം നമ്മൾക്കത് ചെയ്യുവാൻ ദൈവം അത് ചെയ്യുവാൻ വിശ്വസ്തനാണ് എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് ഈ കഴിഞ്ഞ, അതായത് നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയ സംവത്സരങ്ങളെ ഓർത്ത്, കുറേ എനിക്ക് നഷ്ടപ്പെട്ടു പോയല്ലോ എന്നോർത്ത് ആരും വിഷമിക്കേണ്ട കാര്യമില്ല. അതിനെ മടക്കി തരുന്ന ദൈവമാണ് നമ്മളുടെ ദൈവം. ദൈവം അത് മടക്കി തരിക തന്നെ ചെയ്യുമെന്ന് വെച്ചാൽ ആ നഷ്ടപ്പെട്ടു പോയ വർഷങ്ങളുടെ നഷ്ടങ്ങളെ നികത്തി നമ്മൾക്ക് പുതിയത് തരുന്ന ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം എന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് നമ്മൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് മുൻപോട്ട് യാത്ര ചെയ്യുക. ദൈവം എന്ത് ചെയ്യും? ദൈവം നമ്മളെ നിശ്ചയമായിട്ടും അനുഗ്രഹിക്കും. നമ്മൾ പക്ഷേ ഈ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞ ഈ 3 കാര്യങ്ങളിലേക്ക് നമ്മൾ കടന്നു വരണം. എന്നാലേ ആ അനുഗ്രഹത്തിലേക്ക് നമ്മൾക്ക് എത്തപ്പെടുവാനായിട്ട് പറ്റത്തുള്ളൂ. ഇല്ല എങ്കിൽ നമ്മൾ മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ട്, അല്ലെങ്കിൽ പേരൻസിന്റെ ശാപവാക്കുകൾ കേട്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുടെ ശാപവാക്കുകൾ കേട്ട്, മറ്റുള്ളവരുടെ നെഗറ്റീവ് വാക്കുകൾ കേട്ട് നമ്മൾ തകർന്നും തളർന്നും ഇരിക്കുവാനല്ല. അത് ദൈവത്തിന്റെ പദ്ധതിയല്ല, അത് ദൈവം പറയിപ്പിച്ചതുമല്ല. ഓക്കെ, ഈ ശാപത്തിന്റെ വാക്കുകൾ, നെഗറ്റീവ് വാക്കുകൾ, ഇതിൻ്റെയൊക്കെ പിന്നിൽ വ്യാപരിക്കുന്നത് നെഗറ്റീവ് എനർജിയാണ്. അതൊരിക്കലും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയിപ്പിക്കുന്നതല്ല. പോസിറ്റീവ് എനർജി അല്ല, അത് നെഗറ്റീവ് എനർജിയാണ്. അതുകൊണ്ട് ആ പൈശാചിക മണ്ഡലം നമ്മളെ കീഴ്പ്പെടുത്തുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതിൽ നിന്ന് പുറത്തു വരുവാൻ നമ്മൾ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കണമല്ലോ. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മൾ ഏൽപ്പിച്ചു കൊടുത്താലേ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മളത് ഏൽപ്പിച്ചു കൊടുക്കുക, മുറിവുണക്കുക, ക്യാൻസൽ ചെയ്യേണ്ട വാക്കുകളെ ക്യാൻസൽ ചെയ്യുക, മുറിവുണക്കുക, ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചെടുക്കുക. ഇനി സമയങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നോർത്ത് നമ്മൾ വിഷമിക്കേണ്ട. ആ നഷ്ടപ്പെട്ടു പോയതിന്റെ പലിശയും കൂട്ടുപലിശയും ചേർത്ത് തരുവാൻ സർവശക്തനായ ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. ആ ദൈവം ഇത് നമ്മൾക്ക് പ്രോമിസ് ചെയ്തതാണ്, നമ്മൾക്ക് വാഗ്ദത്തം പറഞ്ഞ വചനമാണ്. അത് നമ്മളുടെ ജീവിതത്തിൽ ആ ദൈവം നിവൃത്തീകരിക്കുക തന്നെ ചെയ്യുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. അതുകൊണ്ട് നമ്മൾ വീണടത്ത് കിടന്ന് അവിടെ കിടന്ന് തീരേണ്ടവരല്ല. നമ്മൾ എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക, എഴുന്നേൽക്കുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.